കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഓർപ്പിക്കുക. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. തിമോഥെയോസ് എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ നിജപുത്രന് എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് തിമോഥെയോസിൻ്റെ 2 ലേഖനങ്ങൾ. പ്രത്യേകിച്ച് ഇടയലേഖനം എന്നുള്ള രീതിയിലൊക്കെ ഈ ലേഖനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ പരാമർശിക്കുന്ന അവരെങ്ങനെയായിരിക്കണം, അവരെങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ അവരുടെ ജീവിതശൈലി, ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ലേഖനം. ഇവിടെ തിമോഥെയോസിനോട് പറയുന്നു, കാലഘട്ടത്തിൻ്റെ പോക്ക് വളരെ പരിതാപകരമാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ കാലത്തോട് ചേർത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാലത്തിലും പാപത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിൽ നിൽക്കേണ്ടവർ തന്നെ, വിശുദ്ധിയിൽ നിൽക്കേണ്ടവർ തന്നെ, ദൈവകൃപയിൽ നിൽക്കേണ്ടവർ തന്നെ അതിൽ നിന്നവർ വഴിമാറി അശുദ്ധിയിലേക്കും പാപത്തിലേക്കും ദൈവത്തെ വിട്ടുള്ള തലങ്ങളിലേക്കൊക്കെ വഴിമാറുന്ന ഒരു മേഖലയിലേക്ക് ഈ കാലഘട്ടം വരികയാണ്. വിശുദ്ധിയോടെ നിൽക്കേണ്ടവർ, ദൈവകൃപയിൽ നിൽക്കേണ്ടവർ, വേർപാട് പാലിക്കേണ്ടവർ തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിനെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന സമയത്ത് പറയുന്നത് എന്തുവാണ്? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് നീ വിട്ടോടണം. എന്താ അതിൻ്റെ അർത്ഥം? നീ അത് വിട്ടോണം. നീ ആരാണ്? നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ജാതികൾക്ക് തുല്യം പറയേണ്ടവരല്ല, നമ്മൾ ജാതികളോട് ഇടകലർന്ന് ജീവിക്കേണ്ടവരല്ല. ബിലെയാമിൻ്റെ കാലത്ത് തന്നെ ബിലെയാം തന്നെ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന സമയത്ത് പറയുന്നൊരു വാചകമുണ്ട്, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കേണ്ടത്, ജാതികൾ ചെയ്യുന്നത്, ജാതികൾ പറയുന്നത്, ജാതികൾ പ്രവർത്തിക്കുന്നത് ചെയ്യുകയല്ല നമ്മുടെ ലക്ഷ്യം. പ്രൈസ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, അത് നമ്മൾ വിട്ടോടണം. കാര്യം നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, നീ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് പോകരുത്. പിന്നെ എവിടേക്കാണ് വരേണ്ടത്? ഇവിടെ പറയുന്ന വാചകം ശ്രദ്ധിച്ച്, അപ്പോൾ ലോകത്തിൽ നിന്ന് വിട്ടോടി, പാപത്തിൽ നിന്ന് വിട്ടോടി, വൈരത്തിൽ നിന്ന് വിട്ടോടി, വൈരാഗ്യ തലങ്ങളിൽ നിന്ന് വിട്ടോടി, പക, പിണക്കം, ഇവയിൽ നിന്നൊക്കെ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരും. നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, ദൈവദാസനാണെങ്കിൽ, ദൈവമനുഷ്യനാണെങ്കിൽ, നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നീതി, ഭക്തി, സ്നേഹം ഇവയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഓടപ്പെടണം. അതിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിലും ദൈവനാമത്തിനു വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുവാൻ ഒരു തലമുറ എഴുന്നേൽക്കേണ്ടതിന് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചിലകടിയും മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കും, കൂടെയിരിക്കും, മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.